നിത്യജീവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സദാ പ്രവർത്തന നിരതനായ പിതാവും പുത്രനും. തോമസ് ജെഫേഴ്സൻ്റെ ഒരു വാക്യമുണ്ട്: ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ കൂടുതൽ അധ്വാനിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഭാഗ്യമുള്ളവനാകുന്നത്. നമ്മുടെ ദൈവം ഭാഗ്യത്തിൻ്റെ ദൈവമല്ല, അധ്വാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തന നിരത എന്നത് ലോകം മുഴുവൻ ദൈവത്തിൻ്റെതായതുകൊണ്ട് അതിനെ ക്രമവൽക്കരിക്കുന്നതും മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സർവ്വ മനുഷ്യരും ദൈവത്തിൻ്റെതാകുവോളം ദൈവം പ്രവർത്തിക്കും എന്നതുമാണ്. ഇറ്റ് ഓൾവേസ് സീംസ് ഇംപോസിബിൾ അണ്ടിൽ ഇറ്റ്സ് ഡൺ എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്നതുവരെയും ആ കാര്യം അസാധ്യമെന്ന് തോന്നിപ്പിക്കും എന്നാണ് പറയുന്നത്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സമ്പൂർണതയാണ് ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത എന്നത്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നത് മനുഷ്യൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. 4 കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിച്ചെടുക്കുവാനാകും. 1, പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. 2, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. 3, ദൈവപ്രവൃത്തിയുടെ സമ്പൂർണത. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ്, അത് പുത്രനും പ്രവർത്തിക്കും അഥവാ ജീവിപ്പിക്കും എന്ന് വചനത്തിൽ കർത്താവ് പറയുന്നു. 4, പിതാവ് വിധിക്കുന്നില്ല, എന്നാൽ വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. സദാ പ്രവർത്തന നിരതനായ പിതാവ് പുത്രനിലൂടെ ഈ ഭൂമിയിൽ വീണ്ടും പ്രവർത്തിക്കുന്നു എന്നതാണ് സാരം. അഥവാ പിതാവിൻ്റെ പ്രവൃത്തി ആവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് പുത്രൻ്റെ പ്രവൃത്തി എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അധ്വാനത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം കർത്താവ് പറയും. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനായാണ് നാം അധ്വാനിക്കേണ്ടത്. അഥവാ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒക്കെയും കാമ്പ് ഇതാണ്: കർത്താവിൻ്റെ വചനം കേൾക്കുക, കർത്താവിനെ അയച്ച പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക, അതുവഴി നിത്യജീവൻ സ്വന്തമാക്കുക. 25-ാം വാക്യം പറയും, മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂർ വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്ന് വചനം നമ്മോട് പറയും. വിശുദ്ധരുടെ വണക്കത്തെക്കുറിച്ച് മറ്റ് ക്രിസ്ത്യൻ സെക്റ്റുകൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇവരൊക്കെ വിശുദ്ധരായത് എങ്ങനെയാണ്, എപ്രകാരമാണ്? അത് കർത്താവിൻ്റെ 2ാം വരവിലൂടെയല്ലേ സംഭവിക്കുന്നത് എന്ന്. ക്രിസ്തുവിൻ്റെ മരണത്താൽ, ഉത്ഥാനത്താൽ, സ്വർഗാരോഹണത്താൽ യേശുനാഥൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വർഗം തുറക്കപ്പെടുന്ന സത്യത്തെക്കുറിച്ച്. മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂർ ആണ് വരുന്നത്, കാലമല്ല, നൂറ്റാണ്ടല്ല. അതുകൊണ്ട് സ്വർഗമെന്നത് ക്രിസ്തുവിൻ്റെ സഹന മരണ ഉത്ഥാന സ്വർഗാരോഹണത്തിലൂടെ സ്ഥാപിതമായി, അഥവാ മനുഷ്യന് സാധ്യമായി. 28-ാം വാക്യം പറയും, കല്ലറുകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന മണിക്കൂർ വരുന്നു എന്ന്. കത്തോലിക്ക സഭ കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നതും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെയും അന്തസ്സത്തെയും വിശ്വാസവും ഇതാണ്. 29, അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെയാണ്
മനുഷ്യൻ്റെ രക്ഷയുടെ സമ്പൂർണത. ദൈവത്തിൻ്റെ വലിയ കരുണയും അനുകമ്പയും ഔദാര്യവുമാണത്. എങ്കിലും നമ്മുടെ നന്മപ്രവൃത്തി, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ പ്രവൃത്തി, ഉപവിപ്രവർത്തികൾ, അതുപോലെ തന്നെ നമ്മുടെ ഒക്കെയും പ്രാർത്ഥനകളുടെ ഫലമായും സഹായമായിട്ടുള്ളതും സകല വിശുദ്ധന്മാരുടെയും സഹായവും ഒക്കെയും നമ്മുടെ ഈ സമ്പൂർണ്ണ നിത്യജീവൻ്റെ സമ്മാനത്തിന് ഉപോദ്ബലകമായി നിൽക്കുന്ന ശക്തിയാണ്, സഹായമാണ്. പ്രിയരെ, എപ്പോഴും പ്രവർത്തിക്കുകയെന്നാൽ എപ്പോഴും ദൈവത്തിൻ്റെതായി മാറുക എന്നാണ് നമ്മുടെ ദൗത്യമെന്നത്. എപ്പോഴും ദൈവം പ്രവർത്തിക്കുകയെന്നാൽ ദൈവം എപ്പോഴും നമ്മെ തൻ്റെ സ്വന്തമാക്കി ജീവിക്കുന്നു അഥവാ നിലനിർത്തുന്നു എന്നതാണ് സത്യം. എപ്പോഴും പ്രവർത്തിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുന്നേ ഞാനൻ പ്രിയന്മാർ വിങ്കൽ, ദൂതന്മാരുള്ള ലോകത്ത് പാടുന്നേ പ്രിയർ വാഴ്ത്തുന്നേ ദൂത, ആനന്ദം ഉള്ളിലുള്ളതാ. ശോകമില്ലാത്ത നിത്യ വീട്ടിൽ ചെന്നെത്തുവാൻ വെമ്പലാകുന്നേ. ശോകമില്ലാത്ത നിത്യ വീട്ടിൽ ചെന്നെത്തുവാൻ വെമ്പലാകുന്നേ. കണ്ടു ഞാൻ നിറഞ്ഞ കൺകളാൽ കാന്തനെ ശുദ്ധർ നടുവിൽ. ഓർത്തു ഞാൻ എൻ്റെ ചൈതന്യം, എത്ര ഭാഗ്യമേകിയ കഷ്ടങ്ങൾ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്തു യോഗ്യത എന്നിൽ പരനേ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്തു യോഗ്യത എന്നിൽ പരനേ.